സത്യം സത്യമായി അരുളിയ തിരുവചനം, നിത്യസത്യമായി അരുളിയ ദിവ്യവചനം, ശാന്തിയായി ദീപമായി വിടുതലായി രക്ഷയായി സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ സത്യം സത്യമാ. തന്നുയിരേ പാപികൾക്കായി തന്നവനാ നീനിയും, തന്നുയിരേ പാപികൾക്കായി തന്നവനാ നീനിയും. തല്ലിടുമോ ഏഴയെന്നെ, തല്ലിടുമോ ഏഴയെന്നെ, തീരുമോ നിൻ സ്നേഹമെന്നിൽ, തീരുമോ നിൻ സ്നേഹമെന്നിൽ. അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദ കൃപാ പേരും നദിയേ, അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദ കൃപാ പെരുന്നതിയേ. വൻവിനകൾ വന്നിടുകിൽ വലയുകയിൽ ലെൻ ഹൃദയം, വൻവീണകൾ വന്നിടുകിൽ വലയുകയിൽ എൻ ഹൃദയം. വല്ലഭൻ നീ എന്ന ഭയം, വല്ലഭൻ നീ. സത്യം സത്യമായി എന്ന ദൈവവചന സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യം സത്യമാ കർത്താവിൻ്റെ വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നിങ്ങൾക്കേവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. മരണം എന്നുള്ളത് മനുഷ്യർക്ക് സന്തോഷിക്കാൻ സ്വാഭാവികമായും കഴിയുന്ന ഒരു കാര്യമല്ല. എന്നിരുന്നാലും മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന ഒരു നിസ്തുല്യ മരണത്തെക്കുറിച്ച് അല്പസമയം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് കഴിയും. അത് മറ്റാരുടെയും മരണമല്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണമാണ്. എല്ലാ മരണങ്ങളും മനുഷ്യർക്ക് സങ്കടവും നിരാശയും കൊണ്ടുവന്ന് തരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം മാത്രം മാനവകുലത്തിന് മുഴുവനും സന്തോഷം കൊണ്ടുവന്ന ഒരു മരണമായിരുന്നു. മനുഷ്യനെ പ്രത്യാശയിലേക്ക് കൊണ്ടുവന്ന ഒരു മരണമായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ പ്രത്യേകതകൾ അനവധി ഉണ്ടെങ്കിലും ചില വിഷയങ്ങൾ നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 13-ാം അധ്യായത്തിൻ്റെ 28 മുതൽ ഉള്ള ചില വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. മരണത്തിന് ഒരു ഹേതുവും കാണാഞ്ഞിട്ടും അവനെ കൊല്ലണമെന്ന് അവർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും തികച്ച ശേഷം അവർ അവനെ മരത്തിൽ നിന്ന് ഇറക്കി ഒരു കല്ലറയിൽ വെച്ചു. ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. 13-ാം അധ്യായം 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ കൂടി വായിക്കുന്നു. ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല. ആകയാൽ സഹോദരന്മാരെ, ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നു എന്നും മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നുവെന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഈ വേദഭാഗത്തു നിന്നും
കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ 4 പ്രത്യേകതകൾ നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയും. ഒന്നാമത് നാം വായിച്ചു, മരണത്തിന് ഒരു ഹേതുവും കാണാത്തവൻ്റെ മരണമാണത്. കാരണമൊന്നുമില്ല, മരിക്കുവാനായിട്ട് യേശു ക്രിസ്തുവിൽ ഒരു കാരണവുമില്ല. പിന്നെ എന്തിനാണ് യേശു ക്രിസ്തു മരിച്ചത്? യേശു ക്രിസ്തു പാപം ചെയ്തതുകൊണ്ടല്ല മരിച്ചത്, നാം പാപം ചെയ്തതുകൊണ്ടാണ് മരിച്ചത്. യേശു ക്രിസ്തു തൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയല്ല മരിച്ചത്, നാം ചെയ്ത പാപങ്ങൾക്ക് പകരമായി മരിക്കുകയായിരുന്നു. അവൻ്റെ മരണം ഒരു പകരക്കാരനായി നിന്നുകൊണ്ടുള്ള മരണമായിരുന്നു. അതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ പ്രത്യേകത. ഹേതുവൊന്നും കാണാത്ത മരണം. മരിക്കുവാനൊരു കാരണമുണ്ട്, അത് പാപമാണ്. പാപത്തിൻ്റെ ശമ്പളം മരണം എന്ന് ബൈബിൾ പറയുന്നുണ്ട്. പാപത്തിന് ശമ്പളമായിരിക്കുന്ന മരണം എല്ലാവർക്കും വരേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ എല്ലാ മനുഷ്യനും പാപം ചെയ്തവരല്ലേ, പാപം ചെയ്യാത്ത മനുഷ്യൻ ഇല്ലല്ലോ എന്ന് ജ്ഞാനിയായ ശലോമോൻ പറയുന്നുണ്ട്. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. എന്നാൽ യേശു ക്രിസ്തു ഒരു പാപവും കണ്ടെത്തുവാൻ ആർക്കും കഴിഞ്ഞില്ല. യേശു കർത്താവ് ജനസമൂഹത്തിന് മുമ്പാകെ നിന്നുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങളിൽ ആർക്ക് എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ കഴിയും എന്ന് പറയുകയുണ്ടായി. ആർക്കും കഴിഞ്ഞില്ല. ജനസാഗരത്തിന് മുമ്പാകെ നിൽക്കുന്ന കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ ആവശ്യപ്പെട്ടിട്ടും ആർക്കും ഒന്നും പറയുവാനായിട്ട് കഴിഞ്ഞില്ല. അതേസമയം ഞാനോ നിങ്ങളോ ഒരു സമൂഹത്തിന് മുമ്പാകെ നിന്നുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ ഒരു നിമിഷത്തിനുള്ള അനവധി കുറവുകൾ നമ്മളിൽ കണ്ടെത്തിയ ആളുകൾ പറയും. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധനായിരുന്നു, അവൻ നീതിമാനായിരുന്നു, നിർമ്മലനായിരുന്നു, പാപികളോട് വേർപെട്ടവനായിരുന്നു, പവിത്രനായിരുന്നു. എന്നിട്ടും കർത്താവായ യേശു ക്രിസ്തു മരിക്കുകയുണ്ടായി. കാരണം എന്താണ്? ഞാനും താങ്കളും ചെയ്തതായിരിക്കുന്ന പാപങ്ങൾ അത് കഠിനമായിരുന്നു, അതിന് കഠിനമായ ശിക്ഷയുണ്ടായിരുന്നു. അതിന് പകരമായുള്ള ശിക്ഷയാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മരണത്തിലൂടെ അനുഭവിച്ചത്. അതുകൊണ്ട് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ മാത്രം കാണുവാൻ കഴിയുന്നൊരു പ്രത്യേകതയാണ് ഏതുമില്ലാത്ത മരണം, കാരണമില്ലാത്ത മരണം. പീലാത്തോസിൻ്റെ അടുക്കൽ അവനെ കൊണ്ടുവന്നപ്പോൾ അവൻ പറഞ്ഞു, ഇവനിൽ കുറ്റമൊന്നും കാണുന്നില്ലല്ലോ. ഹെരോദാവ് രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്നപ്പോൾ അവൻ പറഞ്ഞു, അവനിൽ കുറ്റമൊന്നുമില്ല. അവനെ കാണിച്ചു കൊടുത്ത യൂദ പറഞ്ഞു, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തിരിക്കയാൽ പാപം ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന സൈനിക നേതാവ് പറയുന്നു, ഇവൻ സാക്ഷാൽ നീതിമാനായിരുന്നു, അവൻ കുറ്റമില്ല, അവൻ സാക്ഷാൽ ദൈവഭക്തനായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഇങ്ങനെയൊക്കെ കോടതികൾ ആവർത്തിച്ച് കുറ്റക്കാരനല്ല എന്ന് വിധിച്ചിട്ടും മരണം അനുഭവിച്ച ഒരേ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്നുള്ളത് തിരുവെഴുത്തുകളിൽ എഴുതപ്പെട്ടിരുന്ന പോലെ നടന്ന ഒരു മരണമാണ് എന്നുള്ളതാണ്. ഇവിടെ നാം വായിച്ചു, അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും തികച്ച ശേഷം അവർ അവനെ മരത്തിൽ നിറക്കി ഒരു കല്ലറയിൽ വെച്ചു എന്നാണ്. അവൻ്റെ മരണത്തെക്കുറിച്ച് എഴുതിയിരുന്നു, മരണം നടക്കുന്നതിന് മുമ്പേ എഴുതിയിരുന്നു. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, അവൻ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വരും മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പേ അവൻ ജനിക്കുമെന്നും ഈ വിധത്തിൽ മരിക്കുമെന്നും അവൻ്റെ കഷ്ടാനുഭവങ്ങൾ എങ്ങനെയെന്നും ഒരു ദൃക്സാക്ഷി വിവരണം പോലെ തിരുവെഴുത്തിൻ്റെ താളുകളിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അവയെല്ലാം നിവൃത്തിയാക്കിക്കൊണ്ടായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ മരണം. അവൻ്റെ പീഡാനുഭവങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങൾ, അവനനുഭവിച്ച പരിഹാസവും അവനനുഭവിച്ച വേദനയും, ഇതെല്ലാം തിരുവെഴുത്തുകളുടെ നിവൃത്തിയായിരുന്നു. ഇങ്ങനെയൊരു മരണം ലോകം കണ്ടിട്ടില്ല. തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരുന്ന കാര്യങ്ങളാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൽ നടന്നിരുന്നത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളും പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നാണ്. അവൻ്റെ മരണവും അടക്കവും ഉദ്ധാനവും എല്ലാം തിരുവെഴുത്തുകൾ രേഖപ്പെടുത്തിയിരുന്നതിന് പ്രകാരമാണ്. അവിചാരിതമായ ഒരു മരണമായിരുന്നില്ല. ആരോ ബലഹീനനായ ഒരു മനുഷ്യനെ പിടിച്ചുകൊണ്ടുപോയി ക്രൂശിച്ചതായിരുന്നില്ല. അത് തിരുവെഴുത്തുകൾ എഴുതപ്പെട്ട ദൈവിക പദ്ധതിയായിരുന്നു. ആദ്യ മനുഷ്യൻ്റെ അടുക്കൽ തന്നെ ഈ പദ്ധതിയെക്കുറിച്ച് ദൈവം പറഞ്ഞിരുന്നു. എന്നാൽ അതിനു മുൻപേ, മനുഷ്യനെ സൃഷ്ടിക്കും മുമ്പേ തന്നെ ഈ പദ്ധതി ദൈവം തയ്യാറാക്കിയിരുന്നു. മനുഷ്യനെ സൃഷ്ടിക്കും മുമ്പ് മനുഷ്യൻ പാപം ചെയ്യുമായിരുന്നുവെന്നും പാപം ചെയ്ത മനുഷ്യനെ രക്ഷിക്കുവാൻ പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയ സാക്ഷാൽ ത്രിയേക ദൈവം രക്ഷകനെ ലോകത്തിലേക്ക് അയക്കുവാനും
രക്ഷിക്കുവാനായി മരണമനുഭവിക്കുവാനും തയ്യാറായിരുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് നാം തിരുവെഴുത്തുകൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് ലോക മനുഷ്യർ യേശു ക്രിസ്തുവിനെ നോക്കിക്കണ്ട് ഇങ്ങനെ പറയുമായിരിക്കാം, അനേക നന്മകൾ ചെയ്തിട്ടും നന്ദിയില്ലാത്ത മനുഷ്യർ അവനെ ക്രൂശിച്ചു, അനേകരെ സൗഖ്യമാക്കിയ യേശുവിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, നല്ലൊരു ഗുരുവായിരുന്നു എന്നിട്ടും ഇത്ര ദാരുണമായൊരു അന്ത്യം വന്നുവല്ലോ, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ടായിരിക്കാം. എന്നാൽ ചിലർ അവനെ പരിഹസിക്കുമായിരിക്കാം, ബലഹീനനായ മനുഷ്യൻ എന്ന് പറയുമായിരിക്കും. അവിടെ തന്നെ അനേകർ അങ്ങനെ പറയുകയുണ്ടായല്ലോ. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച, കുരുടന് കാഴ്ച കൊടുത്ത ഇവന് തന്നെ തന്നെ രക്ഷിക്കാൻ കഴിയില്ലയോ, ഈ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരുവാൻ കഴിയില്ലയോ എന്ന് പറഞ്ഞ ആ സംഭവം നാം വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് അവൻ്റെ പദ്ധതിയായിരുന്നു. തിരുവെഴുത്തുകളിൽ ആ പദ്ധതിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരുന്നു. അവിചാരിതമായ ഒരു മരണമായിരുന്നില്ല. കാലത്തിൻ്റെ മധ്യത്തിൽ സ്ത്രീയുടെ സന്തതിയായി ജനിച്ച് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരമായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ സാക്ഷാൽ രക്ഷിതാവാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ രക്ഷിതാവ് മാത്രമല്ല, സാക്ഷാൽ സൃഷ്ടിതാവായ ദൈവമാണ്. അവനാണ് മനുഷ്യവർഗത്തിൻ്റെ പ്രത്യാശ. അവനിലൂടെയാണ് പ്രത്യാശയിലേക്ക് ഏതൊരു മനുഷ്യനും കടന്നു വരുവാൻ കഴിയുന്നത്. അവനിലൂടെയാണ് പാപശിക്ഷ മാറി നിത്യസ്വർഗം അവകാശമാക്കുവാൻ ഏത് മനുഷ്യനും കഴിയുന്നത്. മറ്റൊരു മാർഗമില്ല. അതുകൊണ്ട് ആ രക്ഷയൊരുക്കുവാനുള്ള ദൈവത്തിൻ്റെ ഒരു ക്രമമായിരുന്നു, ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളും മരണവും എന്നുള്ളത്. അവൻ അനുഭവിച്ചതുപോലൊരു മരണം മറ്റാരും അനുഭവിച്ചിട്ടില്ല. അവൻ അനുഭവിച്ചതുപോലൊരു വേദന മറ്റാരും അനുഭവിച്ചിട്ടില്ല. അവൻ്റെ തല മുതൽ പാദം വരെയും മുറിവുകളാൽ നിറയപ്പെട്ടു. അവൻ്റെ രക്തധമനികളിൽ ഒഴുകിയിരുന്ന രക്തം പുറത്തേക്ക് ഒഴുകി. അവൻ്റെ പരിശുദ്ധമായ രക്തം ഒഴുക്കപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, നശിച്ചു പോകേണ്ടിയിരുന്ന നമ്മെ ഓരോരുത്തരും രക്ഷിക്കുവാൻ അവൻ നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു, ദാഹമനുഭവിച്ചു, ദൈവത്താൽ കൈവിടപ്പെട്ടു, സകലരാലും കൈവിടപ്പെട്ടു. ഇതൊന്നും അവിചാരിതമായിരുന്നില്ല. ഇതെല്ലാം അവൻ്റെ പദ്ധതികളായിരുന്നു. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് എത്രയോ തവണ പറഞ്ഞു, ഞാൻ യെരുശലേമിലേക്ക് പോകും, മഹാപുരോഹിതന്മാരാൽ ജനത്തിൻ്റെ അധിപതികളാൽ പിടിക്കപ്പെട്ട് ഞാൻ മരണപ്പെടുവാൻ പോകുകയാണ്, മരണമനുഭവിക്കാൻ പോവുകയാണ് എന്ന് എത്രയോ തവണ പറഞ്ഞു. തൻ്റെ ശിഷ്യനായിരിക്കുന്ന തോമസ് അത് കേട്ടിട്ട് യെരുശലേമിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവനോടുകൂടെ മരിക്കുവാൻ ഞാൻ പോകുന്നു, അവനോടുകൂടെ മരിക്കുവാൻ നമുക്കും പോകാം എന്നവൻ പറയുകയുണ്ടായി. മരണമുണ്ട് എന്നറിഞ്ഞിട്ടും അത് ഒഴിവാക്കുവാനല്ലല്ലോ കർത്താവായ യേശു ക്രിസ്തു ശ്രമിച്ചത്. മരണമുണ്ട് എന്നറിഞ്ഞിട്ടും കഷ്ടങ്ങൾ ഒഴിവാക്കുവാനല്ലല്ലോ കർത്താവ് ശ്രമിച്ചത്. എന്തുകൊണ്ടെന്നറിയാമോ? ആ പദ്ധതി തയ്യാറാക്കിയതും ഈ വിധത്തിലുള്ള മരണം അനുഭവിച്ചതിന് കാരണം ഒന്നേ ഉള്ളൂ, അവൻ താങ്കളെയും എന്നെയും സ്നേഹിച്ചിരുന്നു. ആരേക്കാളും അധികം ഈ ലോകത്ത് നമ്മെ സ്നേഹിക്കുന്നെന്ന് പറയുന്ന ആരേക്കാളും എന്തിനേക്കാളും അധികം അവൻ നമ്മെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് അവൻ തൻ്റെ സ്വന്തം പ്രാണൻ നമുക്കായി തരികയുണ്ടായി. തൻ്റെ പ്രാണനേക്കാൾ വിലയേറിയതായി എന്തുകൊണ്ട് ഒരു മനുഷ്യന് നൽകുവാനായി? സ്നേഹിത, താങ്കളെ സ്നേഹിച്ചുകൊണ്ട് തൻ്റെ പരിശുദ്ധമായ രക്തം, തൻ്റെ ജീവൻ, തൻ്റെ പ്രാണൻ അവൻ താങ്കൾക്കായി തന്നു. താങ്കളത് അംഗീകരിച്ചിട്ടുണ്ടോ? താങ്കളുടെ സ്ഥാനത്താണ് കർത്താവായ യേശു ക്രിസ്തു മരിച്ചതെന്ന് താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ സ്നേഹത്തെ മറികടന്ന് താങ്കൾക്ക് എങ്ങനെ പോകുവാനായിട്ട് കഴിയും? അല്ല, താങ്കൾ ഈ സ്നേഹത്തെയും ഈ ത്യാഗത്തെയും മറികടന്ന് അവഗണിച്ചു മുന്നോട്ട് പോയാൽ കാത്തിരിക്കുന്നത് നരകാഗ്നിയാണ്. ഈ മോചനമില്ലാത്ത കെടാത്ത തീയും ചാവാത്ത പുഴുവും താങ്കൾക്കായി കാത്തിരിക്കുന്നു. അത് ഒഴിവാക്കണമേ. ഒഴിവാക്കുവാൻ ഈ കർത്താവിനെ അംഗീകരിച്ചാൽ മതി. അംഗീകരിക്കുന്നുവെങ്കിൽ, അവനെ രക്ഷിതാവും ദൈവമായി സ്വീകരിക്കുന്നുവെങ്കിൽ താങ്കൾക്ക് ആ രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞാൽ അതൊരു അവിചാരിത മരണമല്ല, അതൊരു പദ്ധതിയാണ്, ദൈവിക പദ്ധതിയായിരുന്നു. തിരുവെഴുത്തുകളിൽ എഴുതപ്പെട്ടിരുന്നത് പോലെ അവൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. മൂന്നാമത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച്, അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഇവിടെ നാം വായിച്ചത് ഇങ്ങനെയാണ്: ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. 37-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല. ദ്രവത്വം കാണാത്ത മരണം. എല്ലാ മരണവും ദ്രവത്വം കാണുന്ന മരണങ്ങളാണ്. മനുഷ്യൻ മരിക്കുമ്പോൾ പൊടി പണ്ടായിരുന്ന പോലെ മണ്ണിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നിർമ്മിച്ച് ദൈവത്തിനടുക്കിലേക്ക് പോകും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. ആത്മാവ് ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോയാൽ ഇത് നിർജീവമാണ്, ഇത് ജഡമാണ്, ശവമാണ്, ജീവനില്ലാത്തതാണ്. അതിന് ജീർണത വേഗം ആരംഭിക്കുകയും
അത് ജീർണിച്ച് ഇല്ലാതെയായിത്തീരുകയും ചെയ്യും. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരം ജീർണിച്ചില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിന് ദ്രവത്വം ബാധിച്ചില്ല. അവൻ ഉയർത്തെഴുന്നേറ്റു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത് വളരെ നിസ്തുല്യമാണ്. ലോകത്തിലെ എല്ലാ കല്ലറകളും അടഞ്ഞു കിടക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കല്ലറ മാത്രം തുറന്നിരിക്കുന്നു എന്നുള്ളത് താങ്കളും പല ആവർത്തി കേട്ടിട്ടുണ്ടാകുമല്ലോ. അതെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കല്ലറയ്ക്ക് മാത്രമാണ് ഒരു സൈന്യത്തിൻ്റെ കാവലുണ്ടായിരുന്നത്. എന്തുകൊണ്ടെന്നറിയാമോ? അവൻ പറഞ്ഞിരുന്നു, ഞാനോ ജെറുസലേമിലേക്ക് പോകും, കഷ്ടമനുഭവിക്കും, മരിക്കും, 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. ഇത് കേട്ട സൈന്യവും സൈന്യാധിപന്മാരും രാജാവും മത മേലധ്യക്ഷന്മാരും എല്ലാവരും ഒരുപോലെ ഭയപ്പെട്ടു. അവൻ ഉയർത്തെഴുന്നേൽക്കുമോ? ഉയർത്തെഴുന്നേറ്റാലും അവനെ തടയണം. അതായിരുന്നു അവരുടെ ലക്ഷ്യം. പ്രിയപ്പെട്ടവരെ, ആ കല്ലറയുടെ മുമ്പിൽ അവർ വെച്ച മുദ്രയോ അവർ നിർത്തിയ കാവലോ യേശുക്രിസ്തുവിനെ തടഞ്ഞു വയ്ക്കുവാനായിട്ട് പര്യാപ്തമായിരുന്നില്ല. അവൻ ആരാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലായില്ലല്ലോ. അതുകൊണ്ടാണ് അവർ ആ നിലയിലുള്ള കാവലൊക്കെയും വെച്ചത്. അവർക്ക് അധികാരം നൽകിയ, അവരെ അധികാരികളാക്കി തീർത്ത, അവർക്ക് അവരുടെ കരങ്ങൾക്ക് കരുത്തു കൊടുത്ത സാക്ഷാൽ ദൈവമായിരുന്നു അവരുടെ മുമ്പാകെ ഉള്ളത് എന്നുള്ളത് അവർ മറന്നുപോയി. അവർക്കതറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ കൈക്കരുത്തിനാൽ, അവരുടെ സൈന്യബലത്താൽ കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർത്തെഴുന്നേറ്റാലും അവൻ പുറത്തു വരരുത് എന്നുള്ള നിലയിൽ അവർ കാവലേർപ്പെടുത്തിയത്. എന്നാൽ സർവശക്തിയുള്ളവനായ കർത്താവ് മരണത്തെ പരാജയപ്പെടുത്തി വിജയശ്രീലാളിതനായി ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. അത് യേശുക്രിസ്തു മരിച്ചുപോയ ഒരു വ്യക്തിയല്ല. അവൻ മരിക്കുകയും മരണത്തെ പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത സാക്ഷാൽ ദൈവവും രക്ഷിതാവുമാണ്. ഈ നിലയിൽ താങ്കൾ അവനെ അംഗീകരിക്കുന്നുണ്ടോ? അങ്ങനെ അംഗീകരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അത് താങ്കളുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ ഏറ്റവും അനിവാര്യമാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നാം കണ്ടത് ദ്രവത്വം കാണാത്ത മരണമാണ്. അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ജീവനുള്ള രക്ഷിതാവാണ്. 4-ാമത് 39-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു എന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. നീതീകരണം തരുന്ന മരണമാണ്. നമ്മെ ഓരോരുത്തരെയും കുറ്റവിമുക്തരാക്കുവാൻ പ്രാപ്തിയുള്ള മരണമായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണം. കുറ്റക്കാരാണ് നാം. എന്നാൽ ദൈവിക കോടതിയുടെ മുമ്പാകെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ മരണത്തെ അംഗീകരിക്കുന്ന ഏതൊരാൾക്കും നീതീകരണം കർത്താവായ യേശുക്രിസ്തു മൂലം ലഭിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ മരണം എന്നുള്ളത് പകരം മരണമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. കർത്താവായ യേശുക്രിസ്തു മരിച്ചപ്പോൾ എൻ്റെയും താങ്കളുടെയും പാപങ്ങളുടെ കുറ്റമാണ് ഏറ്റെടുത്തത്. നാം അത് അംഗീകരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ കർത്താവിന് മുമ്പാകെ സമ്മതിച്ച് പറഞ്ഞുകൊണ്ട് അവൻ്റെ മരണം, യേശുവിൻ്റെ മരണം എൻ്റെ പാപങ്ങൾക്ക് പകരമായുള്ള മരണമായിരുന്നു എന്ന് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ദൈവിക കോടതി എന്ത് ചെയ്യുമെന്നറിയുമോ? ഈ മനുഷ്യനിൽ കുറ്റമില്ല, ഇവൻ ഇനി കുറ്റക്കാരനല്ല എന്ന് പ്രഖ്യാപിക്കും. ഇതൊരു അതിശയകരമായ മരണമാണ്. കുറ്റക്കാരുടെ കുറ്റങ്ങൾ നീക്കിക്കളയുന്ന, കുറ്റക്കാരെ നീതിമാന്മാരെന്ന് പ്രഖ്യാപിക്കുന്നതിന് കാരണമായി തീർന്ന മരണമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണം മാത്രമേ മറ്റൊരു മനുഷ്യന് നീതീകരണത്തിന് കാരണമാകുന്നുള്ളൂ. മറ്റെല്ലാവരും മരിക്കുന്ന മരണം തങ്ങളുടെ പാപങ്ങൾ നിമിത്തമുള്ള മരണമാണ്. തങ്ങളുടെ പാപവും പേറിക്കൊണ്ട് പാപത്തിൻ്റെ ശിക്ഷയിലേക്ക് മരിച്ച് മൺമറിഞ്ഞ് പോവുകയാണ് മനുഷ്യൻ ചെയ്യുന്നത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണം പരിശുദ്ധനായ രക്ഷിതാവിൻ്റെ മരണമാകിയാൽ അവൻ്റെ മരണത്താൽ നമുക്ക് പാപമോചനവും നീതീകരണവും ലഭിക്കുന്നു. അതിനായി പ്രിയപ്പെട്ടവരെ, നാം ചെയ്യേണ്ടതൊന്ന് മാത്രം, മാനസാന്തരപ്പെടുക. മാനസാന്തരം എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പാത അത് ശരിയല്ല എന്ന് മനസ്സിലാക്കുകയും ആ ചുവടുകൾ അവിടെ നിർത്തുകയും ശരിയായ ദിശയിലേക്ക് തിരിഞ്ഞ് സഞ്ചരിക്കുകയും ചെയ്യുന്നതാണ് മാനസാന്തരം. നാം പറയുന്ന വാക്കുകളിൽ, നാം കേൾക്കുന്ന കേൾവികളിൽ, നാം ചിന്തിക്കുന്ന ചിന്തകളിൽ, നാം പ്രവർത്തിക്കുന്ന പ്രവർത്തികളിൽ ധാരാളം തെറ്റുകളുണ്ട്. ഇവയെല്ലാം നീതിയുള്ളത് എന്ന് പറയുവാൻ ആർക്ക് കഴിയും? ആർക്കും കഴിയില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ ഈ മേഖലകളിലെല്ലാം തെറ്റുകളുണ്ട്. ഇവയെക്കുറിച്ച് നാം ചിന്തിക്കണം.
നമ്മുടെ തെറ്റുകൾ ഒരിക്കൽ കുറ്റം വിധിക്കപ്പെടുവാൻ പോവുകയാണ്. ഈ ലോകത്തിലെ കോടതിയുടെ മുമ്പിൽ നിൽക്കുവാൻ അനേകർക്കും ഭയമാണ്. അങ്ങനെയെങ്കിൽ എല്ലാ ന്യായാസനങ്ങൾക്കും മീതെയുള്ള ന്യായാസനം, എല്ലാ അധികാരങ്ങൾക്കും മീതെയുള്ള അധികാരം, ആ അധികാരിയായ ജഡ്ജിൻ്റെ മുമ്പിൽ നാം നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. അതിനു മുൻപേ ഇപ്പോൾ ദൈവം മുമ്പാകെ നമ്മുടെ പാപങ്ങളെ സമ്മതിച്ച് പറയുകയും കർത്താവായ യേശു ക്രിസ്തുവിന് മുമ്പാകെ പാപിയായി എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ ജീവിതത്തിൽ അനേക തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ട്, ഞാൻ നല്ലത് ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ടും തിന്മയായത് ചെയ്തു പോയിട്ടുണ്ട്, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ തെറ്റുകൾക്ക് പരിഹാരം വരുത്തുവാൻ എനിക്ക് കഴിവില്ലല്ലോ, എന്നാൽ എനിക്ക് സഹായകനായി അങ്ങ് രക്ഷിതാവായി വന്നതിനായിട്ട് നന്ദി. അങ്ങയുടെ ക്രൂശിലെ മരണത്താൽ, ആ നിസ്തുല്യമായ മരണത്താൽ എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം തന്നിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് എൻ്റെ ദൈവമാണെന്നും എൻ്റെ രക്ഷകനാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറയുക. ആ നിമിഷം താങ്കൾ നീതീകരിക്കപ്പെടും, താങ്കൾക്ക് നീതീകരണം ലഭിക്കും. യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധ വസ്ത്രം താങ്കളെ അണിയിക്കും. താങ്കളെ നോക്കിയാൽ പിന്നീട് ഒരു കുറ്റക്കാരനായിട്ടല്ല ദൈവിക കോടതി കാണുന്നത്, താങ്കളൊരു നീതിമാനായ, കുറ്റമൊന്നും ചെയ്യാത്ത വ്യക്തി എന്ന നിലയിലാണ് കാണുന്നത്. കുറ്റമൊന്നും ചെയ്യാഞ്ഞിട്ടല്ല, താങ്കളുടെ കുറ്റം കർത്താവ് യേശു ക്രിസ്തു ഏറ്റെടുത്തു. അത് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ ആയിത്തീരുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ മരണം നീതീകരണം നൽകുന്ന മരണമാണ്. കുറ്റവിമുക്തരാക്കപ്പെടുവാനുള്ള സാധ്യതയാണ് അവിടെ തുറക്കപ്പെട്ടത്. അതുകൊണ്ട് ഈ നിസ്തുല്യമായ മരണമാണെന്ന് കേട്ട് മറന്നു പോകുകയല്ല, ഈ മരണം എനിക്കായിട്ടായിരുന്നു എന്ന് അംഗീകരിക്കുകയാണ് നാം ചെയ്യേണ്ടത്. ഇതുപോലൊരു മരണം ലോകം കണ്ടിട്ടില്ല. അത് സാക്ഷാൽ സൃഷ്ടിതാവ് തന്നെ മനുഷ്യനായി വന്ന് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തിരിക്കുന്നു. തൻ്റെ മരണത്തിലൂടെ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തിരിക്കുന്നു. എത്ര വലിയ സാധ്യതയാണ് നമ്മുടെ മുമ്പിലുള്ളത്! പാപമോചനം നേടുവാനും സ്വർഗീയ ജീവിതം സ്വന്തമാക്കുവാനും നമുക്ക് വലിയ സാധ്യത ദൈവം തുറന്നിട്ടിരിക്കുന്നു. ഈ സാധ്യതയെ വിശ്വാസത്താൽ സ്വീകരിക്കുവാനായിട്ട് സാധിക്കും. അത് ക്രിയകളാൽ നേടിയെടുക്കുവാനായിട്ട് സാധിക്കുകയില്ല, നമ്മുടെ ഭക്തി കൊണ്ട് നേടിയെടുക്കുവാനായിട്ട് സാധിക്കുകയില്ല, നമ്മുടെ മതകർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കുവാൻ സാധിക്കുകയില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും സൗജന്യമായ പാപക്ഷമയും നിത്യജീവിതവും ദൈവം നൽകുവാൻ ആഗ്രഹിക്കുന്നു. അവൻ ആരും നശിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല, എല്ലാവരും രക്ഷയുടെ പരിജ്ഞാനത്തിലെത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. എല്ലാവരും രക്ഷ പ്രാപിക്കുവാൻ വളരെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ സൃഷ്ടിതാവായിരിക്കും ദൈവം. അതിനായി അവനിൽ ആശ്രയിക്കാം, ആ രക്ഷയ്ക്കായി അവനിൽ വിശ്വസിക്കാം, ആശ്രയിക്കാം. ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിൻ തണലിൽ. പാരിടമാ പാഴ്മണലിൽ പാർത്തിടും ഞാൻ നിൻ തണലിൽ. മരണദിനം വരുമളവിൽ, മരണദിനം വരുമളവിൽ മറഞ്ഞിടും നിൻ മാർവിടത്തിൽ, മറഞ്ഞിടും നിൻ മാർവിടത്തിൽ. അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദ കൃപ പേരുന്നതിയേ. അനുഗ്രഹത്തിൻ അധിപതിയേ ആനന്ദ കൃപ. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ച് ലോകമെമ്പാടും പ്രസംഗിക്കപ്പെടുന്നതായിരിക്കുന്ന ഒരു വിഷയമാണ്. എന്നാൽ പലപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും, എന്താണ് ഈ സുവിശേഷത്തിന് ഇത്ര പ്രത്യേകത? എന്താണ് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ലോകമെമ്പാടും ഇങ്ങനെ പ്രസംഗിക്കപ്പെടുന്നത്? അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, മറ്റേതൊരു വ്യക്തിയുടെയും മരണത്തേക്കാൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അത് പാപിയായിരിക്കുന്ന മനുഷ്യനെ രക്ഷിക്കുന്ന അതേ മരണമാണ്. പാപിയായിരിക്കുന്നൊരു മനുഷ്യനെ രക്ഷിച്ച് അവനെ സ്വർഗത്തിൻ്റെ അവകാശിയാക്കി തീർക്കുന്ന പ്രത്യേകതയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ഉള്ളത്. അതേ, പല മനുഷ്യരും നീതിയോടെ ജീവിച്ച് സൽപ്രവൃത്തികൾ ചെയ്ത് ദാനധർമ്മങ്ങൾ ചെയ്ത് പ്രവൃത്തികളാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായി ശ്രമിക്കുമ്പോൾ, എന്നാൽ പാപിയായിരിക്കുന്ന മനുഷ്യന് രക്ഷിക്കപ്പെടുവാനായി ദൈവം ഒരുക്കിയതായിരിക്കുന്ന ഇത്ര ലളിതമായിരിക്കുന്ന ഒരു ക്രമീകരണമാണ് ദൈവം മനുഷ്യന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്.
അതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, അതെ, ഞാൻ എത്ര വലിയ പാപിയാണ്, എനിക്കിനി രക്ഷപ്പെടുവാനായിട്ട് കഴിയുകയില്ല, ഞാൻ കൊടും പാപിയും ദൈവത്തിൻ്റെ മുമ്പാകെ യാതൊരു ദാക്ഷിണ്യത്തിനും നീതിക്കും അർഹമല്ല എന്ന് നിങ്ങൾ ചിന്തിച്ച് നിരാശപ്പെട്ടു പോയ ആളാണ് താങ്കൾ എങ്കിൽ ഞങ്ങൾ പറയട്ടെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പാപങ്ങൾ എത്ര കടും ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി ബലിക്ക്, അതേ ക്രൂശുമരണത്തിന് കഴിയും എന്നുള്ളതായിരിക്കുന്ന സന്ദേശമാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, താങ്കൾ ഇങ്ങനെ പറയുമോ, കർത്താവേ, അങ്ങ് മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണ്, ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷകളാണ്, എനിക്ക് പകരമായിട്ടാണ് കർത്താവ് മരിച്ചത് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ, മാത്രമല്ല താങ്കളുടെ ജീവിതത്തിലേക്ക് ഈ കർത്താവിനെ താങ്കൾ സ്വീകരിക്കുന്നുവെങ്കിൽ തീർച്ചയായും അവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അന്ധകാരങ്ങളെ നീക്കി നിങ്ങളുടെ ജീവിതത്തിന് പ്രകാശം നൽകി നിങ്ങളെ പുതിയ സൃഷ്ടിയാക്കി തീർക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിൽ വിശ്വസിക്കുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അവിടുന്ന് ഭൂമിയിൽ വന്നതിൻ്റെ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഉദ്ദേശം പാപിയായിരിക്കുന്ന മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ളതാണല്ലോ. അതേ, രക്ഷ സൗജന്യമായി ദൈവകൃപയാൽ അത് ദാനമായി ദൈവം നൽകുന്ന ഒന്നാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ നോക്കി അങ്ങിൽ വിശ്വസിപ്പാൻ ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കണമേ. ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുവാൻ, അതേ കർത്താവിനെ സത്യദൈവമാണെന്ന് അംഗീകരിക്കുവാൻ, കർത്താവ് മരിച്ചത് എൻ്റെ പാപത്തിന് വേണ്ടിയിട്ടാണ് എന്ന് വിശ്വസിക്കുവാൻ കർത്താവ് എല്ലാ ഹൃദയങ്ങളെയും എല്ലാ ജീവിതങ്ങളെയും കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിൻ്റെ മേൽ കർത്താവ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം എല്ലാ ഹൃദയങ്ങളിലും അവിടുന്ന് വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ കൃപ അവിടുന്ന് പകരയണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ, ആമേൻ. ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും പ്രാർത്ഥനാവശ്യങ്ങളും ഞങ്ങളെ അറിയിച്ചാലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുമായി ബന്ധപ്പെടേണ്ട വിലാസം അഗാപ്പെ ഗോസ്പൽ മിനിസ്ട്രീസ് 126 മൈത്രി നഗർ, ആശ്രാമം, കൊല്ലം. ഇമെയിൽ ID satyamsatyamai@gmail.com. ഫോൺ നമ്പർ 8136936648. ബൈബിൾ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലൂടെ ഞങ്ങളെ അറിയിച്ചാലും അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ മറ്റ് സന്ദേശങ്ങളും പാട്ടുകളും കേൾക്കുവാനായി സത്യം സത്യമായി എന്ന യൂട്യൂബ് ചാനലും സത്യം സത്യമായി എന്ന ഫേസ്ബുക്ക് പേജും സന്ദർശിച്ചാലും ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യം സത്യമായി.